നമസ്കാരം. ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ ബി പിള്ളൈ, ഡയറക്ടർ കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ, ചിന്മയ ലൈൻ, ആയുർവേദ കോളേജിന് പുറകുവശം, തിരുവനന്തപുരം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേനൽക്കാല അസുഖം. അപ്പോൾ ഈ വേനൽക്കാലം ഓരോ സമയത്തിനും ഓരോ അസുഖം നമുക്കുണ്ടാകാറുണ്ട്. മഴക്കാലത്തിനൊരു അസുഖമുണ്ട്, പിന്നെ വേനൽക്കാലത്ത് ഒരു അസുഖമുണ്ട്. അപ്പോൾ നമുക്ക് മഴ പിന്നെ വരുന്നതെല്ലാം ഉള്ളൂ. ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വേനൽ ചൂടാണ്. നമുക്ക് ഈ വേനൽ ചൂടിനെ എങ്ങനെ പരിഹരിക്കാൻ പറ്റും? ഇതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത് മുഴുകി നമ്മൾ ഈ ചൂട് അല്ലെങ്കിൽ കാലാവസ്ഥ വ്യതിയാനം വരാൻ കാരണം ഈ ഓസോൺ എന്ന് പറഞ്ഞൊരു പടലമുണ്ട് മേളിൽ. അതായത് സൂര്യപ്രകാശം ഡയറക്റ്റ് നമ്മൾ ഭൂമിയിൽ അടിക്കാതിരിക്കാൻ. അപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രി ഇത്രയും വികസിപ്പിച്ചിട്ട് ഇതെല്ലാം വന്നിട്ട് ആ ഓസോൺ പടലം പോയി കഴിഞ്ഞു. അപ്പോൾ ഇനി വരുന്നതെല്ലാം ഹൈ റേഡിയേഷനുള്ള സൂര്യപ്രകാശമാണ്. അപ്പോൾ ഈ റേഡിയേഷൻ വന്ന് എന്ത് ചെയ്യും? റേഡിയേഷൻ വന്നു കഴിഞ്ഞാൽ ഇത് ഈ സ്കിൻ ക്യാൻസർ വരെയും നമുക്കുണ്ടാവാം. അപ്പോൾ അത്രയ്ക്ക് പവർഫുള്ളാണ് അത്. ഈ വെയിലെന്ന് പറയുന്ന സംഗതി നിസ്സാരക്കാരനല്ല. അതുകൊണ്ടാണ് ഇപ്പോഴുള്ള സ്കൂളായാലും ജോലിക്കാരായാലും ഒരു 10 മണി തൊട്ട് അല്ലെങ്കിൽ 11 മണി തൊട്ട് 3 മണി വരെ വെയിൽ കൊള്ളാൻ പാടില്ല. പക്ഷേ നമ്മുടെ സാധാരണ ജോലിക്കാർ വെയിൽ കൊള്ളാതിരിക്കാൻ ഒക്കത്തില്ല. നമ്മുടെ നല്ലൊരു ശതമാനം ആളുകൾക്കും വെയിൽ കൊണ്ടേ പറ്റൂ. വെയിൽ കൊള്ളാതെ നമുക്കൊന്ന് അടച്ചു കെട്ടി വീട്ടിയിരിക്കാൻ ഒക്കത്തില്ല. എന്നാലും ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ WHO അവർ പറയുന്നത് ഇത് കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ അത് എല്ലാം പ്രാക്ടിക്കലാവണമെന്ന് തോന്നില്ല. എന്നാൽ തന്നെ ഇപ്പോഴത്തെ സ്കൂളുകളൊക്കെ 7:30 തൊട്ട് 10:30 അല്ലെങ്കിൽ 11 മണിയാകുമ്പോഴത്തേക്ക് അവർ നിർത്തുന്നുണ്ട്. അതൊരു നല്ല കാര്യം. പിന്നെ ജോലിക്കാർ വെയിലെത്തുന്ന ജോലി നമുക്കൊന്നും പറയാനൊക്കത്തില്ല. അപ്പോൾ നമുക്കിനി ഒരു പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണിൽ നമ്മൾ മാക്സിമം വെള്ളം കുടിക്കുക. വെള്ളമെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ദിവസത്തെ ആവശ്യം ഒരു 4 ലിറ്റർ വെള്ളമാണ് ഒരു ഹ്യൂമൻ ബോഡിക്ക് ആവശ്യമുള്ളത്. ഈ സമയത്ത് അതിൽ കൂടുതൽ വേണ്ടി വരും. കാരണം ഏറ്റവും കൂടുതൽ വെള്ളം പോകുന്നത് നമ്മുടെ സ്കിന്നിൽ നിന്നാണ്. അപ്പോൾ സ്കിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഓർഗനാണ് ഇൻ ദ ബോഡി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നമ്മൾ കുടിക്കുന്ന വെള്ളം, അതുകൊണ്ടാണ് നമ്മൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ മൂത്രം വളരെ കുറവായിരിക്കും. കാരണം ഈ വെള്ളമെല്ലാം വേർപ്പായിട്ട് സ്കിന്നിൽ കൂടെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. പിന്നെ അതുപോലെ നമ്മൾ ഈ ഡ്രസ്സ് ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ കഴിയുന്നത് കളർ ഡ്രസ്സുകളൊക്കെ മാറ്റിയിട്ട് കഴിയുന്നതും വെള്ളം ഉപയോഗിക്കുക. അതാണായാലും പെണ്ണായാലും. എന്നാലും ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട് ഈ കുട്ടികൾക്ക് യൂണിഫോം നിർബന്ധമാണ്. അപ്പോൾ ആ യൂണിഫോം തന്നെ പോകണമല്ലോ. അപ്പോൾ ഏറ്റവും കഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. കാരണം അവർ രാവിലെ ഇട്ട് കഴിഞ്ഞാൽ ഒരു 12 മണിക്കൂർ വരെയും അവർക്ക് അവർ നല്ല വെയിലും കൊള്ളണം. ഇപ്പോൾ ഉദാഹരണം, എല്ലാ ദിവസവും സമരമുള്ളതാണ്, എല്ലാ ദിവസവും ഫീൽഡിൽ പോകണം. ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് അവർക്കാണ്. സമയത്തിന് വെള്ളം കുടിക്കാൻ ഒക്കത്തില്ല, മൂത്രം ഒഴിക്കാനൊക്കത്തില്ല, ഭയങ്കരമായിട്ടുള്ള പ്രോബ്ലംസാണ് ഉണ്ടാകുന്നത്. പിന്നെ നമുക്കൊരു പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം. പിന്നെ അതുപോലെ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയേഷൻ കുറയ്ക്കാൻ വേണ്ടി, ഇപ്പോൾ ഉദാഹരണം റേഡിയേഷൻ വന്ന് പൊള്ളിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്യാവുന്നതുകൊണ്ട് ഈ കറുക പുല്ലുണ്ട്, അതിൻ്റെ ജ്യൂസ് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ വെയിൽ കൊണ്ടാലും വലിയ കുഴപ്പം വരത്തില്ല. കാരണം അത് വളരെ പ്രതിരോധ ശക്തി ഉണ്ടാക്കുന്ന ഒരു ഔഷധമാണ്. അത് തന്നെ ഇപ്പോൾ കറുക തന്നെ നല്ല ഉണങ്ങിക്കിടന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ വിചാരിക്കുന്നത് ഇനി കിളിക്കത്തില്ല. നല്ലൊരു മഴ വരുമ്പോൾ അത്രയ്ക്ക് പ്രതിരോധ ശക്തി ഉള്ളതാണ് ഈ കറുക. അപ്പോൾ കറുകയുടെ ജ്യൂസ് നമുക്ക് കുടിക്കാം. അതുപോലെ കറ്റാർ വാഴ അതിന് ഓയിൻമെൻറ്റൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് വാങ്ങിച്ച് എല്ലാവർക്കും പറ്റത്തില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു പോള വാങ്ങിച്ചിട്ട് ആ ജെല്ല് പെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഈ നേരത്തെ പറഞ്ഞ വെള്ളം മാക്സിമം കുടിക്കുക. അത് വെള്ളം തിളപ്പിച്ചാർച്ച വെള്ളം തന്നെ വേണം കുടിക്കാൻ. വെള്ളത്തെ പൈപ്പിലോ അല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് വെള്ളം കുടിക്കാനേ പാടില്ല. അതിനകത്ത് നമുക്ക് ക്ലോറിനെല്ലാം ഉണ്ട്. പക്ഷേ അത് തിളപ്പിച്ചാൽ തന്നെ ക്ലോറിനൊന്നും പോവില്ല, അണുക്കൾ മാത്രം പോകും. അമീബ പോലുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാതാവും. കൂടുതൽ ഇതേപ്പറ്റി പറഞ്ഞെങ്കിൽ തന്നെയും ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് ബൈപ്പാസ് സർജറി ഒഴിവാക്കുക, ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക, ആൻജിയോഗ്രാം വരെ ഒഴിവാക്കുക. അതിന് പകരമായിട്ട് നമുക്ക് ചെയ്യാവുന്നത് ആൻജിയോഗ്രാമിന് പകരം ഹാർട്ട് സ്കാൻ. ഹാർട്ടിൻ്റെ മിക്കവാറും ഒരു 10-30 ഫംഗ്ഷൻ അറിയാൻ സാധിക്കും. പിന്നെ അതുപോലെ ബൈപ്പാസ് സർജറി ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുന്നതിന് ഏറ്റവും ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസർ ട്രീറ്റ്മെൻറ്റ്സ്. പിന്നെ അത് കഴിഞ്ഞാൽ കെലീഷൻ തെറാപ്പി. ലേസർ എന്ന് പറയുന്നത് മോസ്റ്റ് മോഡേൺ ബ്രാഞ്ച് ഓഫ് മോഡേൺ മെഡിസിനാണ്. അപ്പോൾ ഒരു ബൈപ്പാസ് സർജറിക്ക് ഒരു 3 to 5 lakhs വരുന്ന സ്ഥാനത്ത് 1 ലക്ഷം രൂപയോ അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപയോ ആവത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ മെയിൻ സെൻറ്ററിൽ
എൻ്റെ സെൻറ്ററിൽ മെയിനായിട്ട് ഈ ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത്. ഇപ്പോൾ എൻ്റെ പ്രമാദമായ പേഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോർമർ പ്രസിഡൻറ്റ് KR നാരായണൻ, അമേരിക്കൻ ഫോർമർ പ്രസിഡൻറ്റ് ജിമ്മി കോട്ടർ, മാർത്താണ്ഡ മഹാരാജാവ്, ഇവരൊക്കെ ആയിരുന്നു. ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വൈകിട്ട് 7 മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.